ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ, ജനറൽ സയൻസിൽ, ബയോളജി. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടേബിൾ 1.36 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ്. ടേബിൾ 1.36 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ്. നമ്പർ ബ്രീഡ് ഡിസ്ട്രിബ്യൂഷൻ. 1 ലോഹി പഞ്ചാബ് രാജസ്ഥാൻ. 2 രാംപൂർ ബുഷെയർ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ 1 ലോഹി പഞ്ചാബ് രാജസ്ഥാൻ. 2 രാംപൂർ ബുഷെയർ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ്. 3 നാലി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ. 4 ബക്കർവാൽ ജമ്മു ആൻഡ് കാശ്മീർ. 5 ഡെക്കാനി കർണാടക. 6 നെല്ലൂർ മഹാരാഷ്ട്ര. 7 മാർവാറി ഗുജറാത്ത്. 8 പെതൻവാടി ഗുജറാത്ത്. 8 പെറ്റൻവാടി ഗുജറാത്ത്. 8 പെറ്റൻവാടി ഗുജറാത്ത്. 8 പട്ടൻവാടി ഗുജറാത്ത്. 8 പട്ടൻവാടി ഗുജറാത്ത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ദയവായി ക്ഷമിക്കുക. ഇതൊരിക്കൽ കൂടി പറയാണ്. ടേബിൾ 1.36 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ്. നമ്പർ ബ്രീഡ് ഡിസ്ട്രിബ്യൂഷൻ. 1 ലോഹി പഞ്ചാബ് രാജസ്ഥാൻ. 2 രാംപൂർ ബുഷെയർ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ്. 3 നാലി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ. 4 ബക്കർവാൽ ജമ്മു ആൻഡ് കാശ്മീർ. 5 ഡെക്കാനി കർണാടക. 6 നെല്ലൂർ മഹാരാഷ്ട്ര. 7 മാർവാറി ഗുജറാത്ത്. 8 പട്ടൻവാടി ഗുജറാത്ത്. സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഷീപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 1.37 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ്. നമ്പർ നെയിം ഡിസ്ട്രിബ്യൂഷൻ. ടേബിൾ 1.37 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ്. നമ്പർ നെയിം ഡിസ്ട്രിബ്യൂഷൻ. 1 ഗാഡി ആൻഡ് ചാമ്പ ഹിമാചൽ പ്രദേശ്. 1 ഗാദി ആൻഡ് ചാമ്പ ഹിമാചൽ പ്രദേശ്. 2 കാശ്മീരി ആൻഡ് പശ്മന ഹിമാചൽ പ്രദേശ് കാശ്മീർ ടിബറ്റ്. 2 കാശ്മീരി ആൻഡ് പശ്മിന ഹിമാചൽ പ്രദേശ് കാശ്മീർ ടിബറ്റ്. 3 ജംനാപാരി ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. 4 ബിറ്റാൽ പഞ്ചാബ്. 5 മാർവാറി രാജസ്ഥാൻ. 6 ബിരാരി മഹാരാഷ്ട്ര. 7 മലബാറി കേരള. 8 ബംഗാൾ ബീഹാർ ഒറീസ. ടേബിൾ 1.37 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ്. നമ്പർ നെയിം ഡിസ്ട്രിബ്യൂഷൻ. 1 ഗാദി ആൻഡ് ചാമ്പ ഹിമാചൽ പ്രദേശ്. 2 കാശ്മീരി ആൻഡ് പശ്മിന ഹിമാചൽ പ്രദേശ് കാശ്മീർ ടിബറ്റ്. 3 ജംനാപാരി ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. 4 ബീറ്റാൽ പഞ്ചാബ്. 5 മാർവാറി രാജസ്ഥാൻ. 6 ബിരാരി മഹാരാഷ്ട്ര. 7 മലബാറി കേരള. 8 ബംഗാൾ ബീഹാർ ഒറീസ. ടേബിൾ 1.37 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടേബിൾ 1.38 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് പിഗ്സ്. ടേബിൾ 1.38 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് പിഗ്സ്. ബ്രീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ. നേറ്റീവ് പിഗ്സ്. 1 ദേശി ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് മധ്യപ്രദേശ്. 2 ഗോറി മണിപ്പൂർ ആസാം മേഘാലയ അരുണാചൽ പ്രദേശ്. 1 ദേശി ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് മധ്യപ്രദേശ്. 2 ഗോറി മണിപ്പൂർ ആസാം മേഘാലയ അരുണാചൽ പ്രദേശ്. എക്സോട്ടിക് പിഗ്സ്. 1 ബെർക്ഷയർ UK. 2 ലാർജ് വൈറ്റ് യോർക്ക്ഷയർ UK. 3 ലാൻഡ് റൈസ് സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക്. 3 ലാൻഡ് റൈസ് സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക്.
ഇപ്പോൾ ബ്രീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ നേറ്റീവ് പിഗ്സ് 1 DC ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, മധ്യപ്രദേശ്. 2 ഗോറി മണിപ്പൂർ, ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്. എക്സോട്ടിക് പിഗ്സ് 2 ബെറക്ഷൈൻ UK. 2 ലാർജ് വൈറ്റ് യോർക്ക്ഷൈർ UK. 3 ലാൻഡ് റൈസ് സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്. അപ്പോൾ ടേബിൾ 1.38 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് പിഗ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ടേബിൾ 1.39 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഹോഴ്സസ്. ടേബിൾ 1.39 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഹോഴ്സസ്. ടേബിൾ 1.39 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഹോഴ്സസ്. നമ്പർ നെയിം റീജിയൻസ്. 1 കത്തിയവാരി, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. 1 കത്തിയവാരി, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. 2 മാർവാരി, രാജസ്ഥാൻ. 3 ബൂട്ടിയ, പഞ്ചാബ് ആൻഡ് ഭൂട്ടാൻ. 4 മണിപ്പൂരി, നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ്. 5 സ്പിറ്റി, ഹിമാചൽ പ്രദേശ്. 6 സാൻസ്കാരി, ലഡാക്ക്. 1 കത്തിയവാരി, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. 2 മാർവാറി, രാജസ്ഥാൻ. 3 ബുട്ടിയ, പഞ്ചാബ് ആൻഡ് ഭൂട്ടാൻ. 4 മണിപ്പൂരി, നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ്. 4 മണിപ്പൂരി, നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ്. 5 സ്പിറ്റി, ഹിമാചൽ പ്രദേശ്. 6 സാൻസ്കാരി, ലഡാക്ക്. അപ്പോൾ ആ ടേബിൾ 1.39 ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ഹോഴ്സസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടേബിൾ 1.40 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. നമ്പർ മിൽക്ക് ബ്രീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ. ടേബിൾ 1.40 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. നമ്പർ മിൽക്ക് ബ്രീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ. 1 ഗീർ, ഗുജറാത്ത്, രാജസ്ഥാൻ. 2 സാഹിവാൽ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 1 ഗീർ, ഗുജറാത്ത്, രാജസ്ഥാൻ. 2 സാഹിവാൽ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 3 റെഡ് സിന്ധി, ആന്ധ്രാപ്രദേശ്. 4 ഡിയോനി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ 1 ഗീർ, ഗുജറാത്ത്, രാജസ്ഥാൻ. 2 സാഹിവാൽ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 3 റെഡ് സിന്ധി, ആന്ധ്രാപ്രദേശ്. 4 ഡിയോനി, ആന്ധ്രാപ്രദേശ്. അടുത്തത് ഡ്രൗട്ട് ബ്രീഡ്സ്. 1 മാൽവി, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 2 നഗേരി, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്. 2 നഗേരി, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്. 3 ഹലിക്കാർ, കർണാടക. 4 കൻഗയം, തമിഴ്നാട് ആൻഡ് അതർ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. അടുത്ത ജനറൽ യൂട്ടിലിറ്റി ബ്രീഡ്സ്. 1 ഹരിയാന, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത്. 2 ഓങ്കോൽ, ആന്ധ്രാപ്രദേശ്. 3 കാൻഗ്രിജ്, ഗുജറാത്ത്. 4 താർപാർക്കർ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. 4 താർപാർക്കർ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. അപ്പോൾ നമുക്ക് പറയാം ടേബിൾ 1.40 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. നമ്പർ മിൽക്ക് ബ്രീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ. 1 ഗീർ, ഗുജറാത്ത്, രാജസ്ഥാൻ. 2 സാഹിവാൽ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 3 റെഡ് സിന്ധി, ആന്ധ്രാപ്രദേശ്. 4 ഡിയോനി, ആന്ധ്രാപ്രദേശ്. ഡ്രോട്ട് ബ്രീഡ്സ്. 1 മാൽവി, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 2 നഗേരി, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്. 3 ഹലിക്കാർ, കർണാടക. 4 കൻഗയം, തമിഴ്നാട് ആൻഡ് അതർ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. 4 കൻഗയം, തമിഴ്നാട് ആൻഡ് അതർ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ജനറൽ യൂട്ടിലിറ്റി ബ്രീഡ്സ്. 1 ഹരിയാന, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത്. 2 ഓൺഗോൽ, ആന്ധ്രാപ്രദേശ്. 3 കൻഗ്രജ്, ഗുജറാത്ത്. 4 തർപ്പാർക്കാർ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഇപ്പോൾ ടേബിൾ 1.40 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. മിൽക്ക് ബ്രീഡ്സ്, ഡ്രോട്ട് ബ്രീഡ്സ്, ജനറൽ യൂട്ടിലിറ്റി ബ്രീഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 1.41 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ബഫലോസ്. ടേബിൾ 1.41 സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ബഫലോസ്. നമ്പർ നെയിം ഡിസ്ട്രിബ്യൂഷൻ. 1 മുറാഹ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 1 മുറാഹ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. 2 ബദവാരി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. 2 ബദവാരി,
ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. 3 ജഫ്രാബാദി ഗുജറാത്ത്. 4 സൂർട്ടി രാജസ്ഥാൻ ഗുജറാത്ത്. 5 മെഹ്സാന ഗുജറാത്ത്. 6 നാഗ്പൂരി ഓർ ഇലിക്പൂരി സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. 7 നീലി രവി പഞ്ചാബ് ഹരിയാന. നമുക്ക് ഒന്നുകൂടി പറയാം നമ്പർ, നെയിം, ഡിസ്ട്രിബ്യൂഷൻ. 1 മുറാഹ് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ്. 2 ബഡ്വാരി ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. 3 ജഫീരാബാദി ഗുജറാത്ത്. 4 സൂർട്ടി രാജസ്ഥാൻ ഗുജറാത്ത്. 5 മെഹ്സാന ഗുജറാത്ത്. 6 നാഗ്പൂരി ഓർ എലിക്പൂരി സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. 7 നീലി രവി പഞ്ചാബ് ഹരിയാന. 1 മുറാഹ് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ്. 2 ബഡ്വാരി ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. 3 ജഫ്രാബാദി ഗുജറാത്ത്. 4 സൂർട്ടി രാജസ്ഥാൻ ഗുജറാത്ത്. 5 മെഹ്സാന ഗുജറാത്ത്. 6 നാഗ്പൂരി ഓർ എലിക്പൂരി സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. നാഗ്പൂരി ഓർ എലിക്പൂരി സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. 7 നീലി രവി പഞ്ചാബ് ഹരിയാന. അപ്പോൾ സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ബഫലോസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. അപ്പോൾ സം ബ്രീഡ്സ് ഓഫ് ഇന്ത്യൻ ബഫലോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ജനറൽ സയൻസ് ബയോളജിയിൽ ലാസ്റ്റ് ടേബിളാണ് വരുന്നത് ഇനി പറയാൻ പോകുന്നത്. അതോടുകൂടി ജനറൽ സയൻസ് ബയോളജി അവസാനിക്കുകയാണ്. പിന്നെ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി നോക്കാം. ടേബിൾ 1.42 കൾട്ടിവബിൾ ഫിഷ് സ്പീസീസ്. നമ്പർ, സുവോളജിക്കൽ നെയിം, കോമൺ നെയിം, ഏരിയസ് ഓഫ് അവൈലബിലിറ്റി. Table 1.42 cultivable fish species. Number, zoological name, common name, areas of availability. Table 1.42 cultivable fish species. Number, zoological name, common name, areas of availability. Freshwater fishes. Freshwater fishes. 1 Katla. All over India, common in Krishna and Godavari rivers. 1 Katla all over India, common in Krishna and Godavari rivers. 2 Lebello rohita, Rohu, northeast and south India. 2 Labio rohita, Rohu, north east and south India. 3 Labio Colbasu, north and south India. 4 Sirhinus Mrigal, north and south India. 5 Maestus Singara, all over India. 6 Heteropeneustis fossilaris, Singi, all over India. Heteropeneustis fossilaris, Singi, all over India. 6 Heteropeneustis fossilaris, Singi, all over India. 7 Valago atu, Mali, north, east and south India. 8 Claris batrachus, freshwater shark, magur, all over India. 8 Clarius batrachus, freshwater shark, magur, all over India. Brackish water fishes. 1 Canos, milkfish, AP coast. Canos, milkfish, AP coast. 2 Mugil cephalus, grey mullet, east coast. 3 Latus calcorifer, perk, east coast. 4 marine fishes. 1 Sardinella longiceps, oil sardine, west and south coasts. 2 Harpodon Heirus, Bombay duck, Maharashtra coast. 3 Hilsa Ilisha, Hilsa, Indian shed, coastal India. 4
Stromatus sinensis, Pomfret, Indo-Pacific coast. 5. Anguilla, eel, coastal India. 6. Eudeironema, salmon, east and west coast. 8. Cyanoglassus semifas citus, flatfish, east coast of India. 8. Cyanoglassus semifas citus, flatfish, east coast of India. 8. Cyanoglassus semifas citus, flatfish, east coast of India. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ടേബിൾ 1.42 cultivable fish species. Number, zoological name, common name, areas of availability. Freshwater fishes. 1. Katla, all over India, common in Krishna and Godavari rivers. 2. Labio rohita, rohu, northeast and south India. 3. Labio calbasu, north and south India. 4. Sirhinus mrigella, north and south India. 5. Myastus singuala, Singhara, all over India. 6. Heteropenustis fossilaris, Heteropenustis fossilaris, Singhi, all over India. Heteropenustis fossilaris, Singhi, all over India. 7. Valago atu, Mali, northeast and south India. 8. Cladius batrachus, freshwater shark, magur, all over India. Brackish water fishes. 1. Canos, milkfish, AP coast. 2. Mugil cephalus, Gramulet, east coast. 3. Latus calcorifer, Perk, east coast. 4. Marine fishes. 1. Sardinella longiceps, oil sardine, west and south coasts. 2. Harpodon herius, Bombay duck, Maharashtra coast. 3. Hilsa elisha, Hilsa Indian shed, coastal India. 4. Stomatius sinensis, Pomfret, Indo-Pacific coast. 4. Stomatius sinensis, Pomfret, Indo-Pacific coast. 5. Anguilla, eel, coastal India. 6. Eleutheronema, salmon, east and west coast. 6. Eleutheronema, salmon, east and west coast. 6. Eleutheronema, salmon, east and west coast. 8. Cyanoglassus semifas citus, flatfish, east coast of India. 8. Cyanoglassus semifas citus, flatfish, east coast of India. ഇത്രയാണ് ഇതിൽ വരുന്നത്. ടേബിൾ 1.42 cultivable fish സ്പീസീസിൽ ഫ്രഷ് വാട്ടർ ഫിഷസും ബ്രാക്കിഷ് വാട്ടർ ഫിഷസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ വേർഡ്സ് ഇതിൽ കണ്ടില്ലേ, ഇപ്പം ഫ്രഷ് വാട്ടർ ഫിഷസിൽ 6 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ്, അതുപോലെ തന്നെ ചിലതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വായിച്ചപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. അപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ഈ സ്പെല്ലിങ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക. ഒരുപാട് ടഫ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് 6 മാത്രമാണ് ഇത്തിരി വായിച്ചപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയത് ഫ്രഷ് വാട്ടർ ഫിഷസിൽ. പിന്നെ അതുപോലെ തന്നെ ബ്രാക്കിഷ് വാട്ടർ ഫിഷസിൽ 4. ഇത്രയൊക്കെ ഉള്ളൂ നമുക്കിതിൽ പറയാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജനറൽ സയൻസ് ബയോളജിയിൽ.
നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഈ ജനറൽ സയൻസ് ബയോളജിയും ഇവിടെ തന്നെ അവസാനിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ പറഞ്ഞത് കൾട്ടിബിൾ ഫിഷ് സ്പീസീസ് ടേബിൾ 1.42. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അത് ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കാനും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1 ജസ്റ്റ് നമ്മളിത് കാണിക്കാണ്, അല്ലാണ്ട് നമുക്കിതൊന്നും പറയാനില്ല. കാരണം നമ്മൾ ക്ലാസ് എടുത്ത് തന്നെ പറഞ്ഞു പോകണം. അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വീഡിയോൻ്റെ ക്ലാരിറ്റി പോയി. അത് കാരണം ഒറ്റ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. ഇത് പല വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു ഈ ചാപ്റ്ററിലെ ടോപ്പിക്സുകളൊക്കെ. നമ്മളൊരു 16 വരെ ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. 16ാമത്തെ ഇവിടെയാണ് വരുന്നത്. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇതിൽ അടുത്ത വീഡിയോയിൽ പറയാമല്ലോ എല്ലാനും ഡീറ്റെയിൽ ആയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 128 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ വന്ന കെമിസ്ട്രിയാണ്. അത് നമുക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാൻ വേണ്ടി നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു പോയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് അത് പ്രത്യേകം പറയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സിലബസിനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസാണ് ഈ ബുക്കിൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ റിലേറ്റഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ യൂട്യൂബിൽ, കാരണം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ അത് പറഞ്ഞിരുന്നു, എന്നാലും തുടർച്ച ചെയ്തുകൊണ്ട് പറയണമെന്നുള്ളൂ. അല്ല, ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും. അപ്പം എനിക്കൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, പരമാവധി നമ്മൾ ക്ലാരിറ്റി ക്യാമറയുടെ കളയാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ക്ലാരിറ്റി വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പരിശ്രമിക്കും. അത്രേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പരമാവധി അങ്ങനത്തെ രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെറുതെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് ഭാഗത്തൊക്കെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടത് തുറന്ന് പറയാനേ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ തെറ്റ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതൊക്കെ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ക്ലാരിറ്റിയും കൂടി അവിടെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ. നമുക്കത് നമ്മൾ പരമാവധി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ക്ലാരിറ്റിയുടെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് മോഡിലൊക്കെ ഫോൺ ഇടാൻ ശ്രമിച്ചിട്ടാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ക്ലാരിറ്റി പോയി. നമ്മൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയുള്ള വീഡിയോ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. കാരണം നിങ്ങൾ വ്യൂവേഴ്സും നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം. കാരണം നമ്മൾ മനഃപൂർവ്വം ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം ഈ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ലെവലും ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാനുള്ള കടമയുണ്ട്. അപ്പോൾ പരമാവധി നമ്മളെ വീഡിയോസ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും അതുപോലെ തന്നെ ക്ലാരിറ്റിയും ഒക്കെ പരമാവധി ശ്രദ്ധിച്ച് പോകും. എന്നാലും നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എന്നാലും അത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു കറക്റ്റായിട്ട് നമുക്കത് വരുത്താനും സാധിക്കില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യം അനുസരിച്ചിരിക്കും. എന്തായാലും നല്ല രീതിയിലുള്ള വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും, അത്രയും പറയാനുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ദയവായിട്ട്. എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ ജനറൽ സയൻസ് ബയോളജി ഇതുവരെ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് അത്രയും ചിന്തിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തായാലും. പിന്നെ പരമാവധി നിങ്ങളോട് ഞാൻ ദയവേത് അപേക്ഷിക്കുകയാണ്, തെറ്റായ കമൻസ് ദയവേത് ഒഴിവാക്കണം. നിങ്ങൾ കമൻസ് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ അയക്കാം, നിങ്ങളുടെ താല്പര്യമാണ്. എന്നാലും നിങ്ങൾ അത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ താല്പര്യം. അത് ഒഴിവാക്കാനുള്ള എല്ലാ രീതിയും ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഒരിക്കലും നമ്മൾ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു നോക്കിയാൽ തന്നെ
പരമാവധി നല്ല മെസ്സേജ് നിങ്ങൾ അയച്ചില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിഷമവും തോന്നില്ല. കാരണം നമുക്കൊന്നും ഉപകാരം ചെയ്തില്ല ഉപദ്രവിക്കരുന്നുള്ളൊരു രീതിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ തുടരുന്നത്. അപ്പോൾ തെറ്റായ കമൻസ് നിങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ, കാരണം ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ത് തന്നെയായാലും. കാരണം ടൈം അത്യാവശ്യം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള ചിലവും എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസ് ഒഴിവാക്കിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉപദേശിക്കല്ല, നമ്മുടെ അഭിപ്രായം ഇവിടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് പരമാവധി ഇപ്പം നമ്മൾ വീഡിയോൻ്റെ അവിടെ ആണെങ്കിലും റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം കമൻസ് എന്ന് കൊടുക്കാറുണ്ട് സാധനം യൂട്യൂബിലെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ. ഇത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാവുന്ന ഒരു രീതിയൊന്നും അല്ല, അത് വേറെ വശം. എന്നാലും ഞാൻ എൻ്റെ ഒരു മനസ്സ് തുറന്ന് ഇങ്ങോട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ അയച്ചോളൂ, മെസ്സേജ് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ അയച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതായിരിക്കും, എനിക്കും നല്ലതായിരിക്കും, എല്ലാവർക്കും നല്ലതായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ അവസാനിപ്പിക്കണം, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും വീഡിയോസൊക്കെ എന്തായാലും നമ്മൾ മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് CCTക്ക് ഉപകരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയെ തന്നെ നമ്മൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ രാത്രി വീഡിയോ എടുക്കും എന്തെന്നായാലും. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഗുഡ് ലൈഫ് ആൻഡ് താങ്ക് യു സോ മച്ച്.